റെയിൽവേ സ്റ്റേഷനിൽ കെഎസ്യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. കാർ മാർഗമായിരുന്നു യാത്ര. അതേസമയം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന മന്ത്രി വീണ ജോർജിനൊപ്പം ആരോഗ്യ പ്രവർത്തകർ പകർത്തിയ സെൽഫി പുലിവാലാവുകയാണ്. ഇന്നലെയാണ് ചില ആരോഗ്യ പ്രവർത്തകർ തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി വീണ ജോർജിനൊപ്പം സെൽഫി എടുത്തത്. മന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ചിരിച്ചുകൊണ്ടുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മന്ത്രിയുടെ ഓഫീസ് മെഡിക്കൽ കോളേജ് അധികൃതരോട് വിശദീകരണം തേടി. തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒരുപക്ഷെ ചിത്രം പങ്കുവച്ച ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി വന്നേക്കും. അതിനിടെ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി റെയിൽവേ പോലീസ് രേഖപ്പെടുത്തി. റെയിൽവേ CI സുധീർ മനോഹറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. മന്ത്രിക്ക് പറ്റിയ മുറിവ് ആയുധമോ മറ്റെന്തെങ്കിലും കൊണ്ടുണ്ടായതാണോ എന്നാണ് ചോദിച്ചത്. പരാതി നൽകിയ മന്ത്രിയുടെ ഗൺമാൻ അഭിലാഷിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. 55 CCTV ക്യാമറകളാണ് സ്റ്റേഷനിലുള്ളത്. അതേസമയം CCTVകളിൽ നിന്ന് മന്ത്രിയെ ഏതെങ്കിലും KSU പ്രവർത്തകൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മന്ത്രിക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ ഉന്നതതല സംഘത്തെ നിയോഗിച്ച് കൂടുതൽ ഊർജിതമായ അന്വേഷണം നടത്താൻ റെയിൽവേ IG-യുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനിച്ചു. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡി മൂലാഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നതെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദനം, പിടിച്ചു തള്ളൽ, കഴുത്ത് പെട്ടെന്ന് തിരിക്കൽ തുടങ്ങിയവയെല്ലാം ഇതിന് കാരണമാകാമെന്നാണ് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ചുമതലയായതിനാൽ നിലവിൽ അന്വേഷണ സംഘം സമ്മർദ്ദത്തിലുമാണ്. മറുവശത്ത് മന്ത്രിയെ വധിക്കാനാണ് ശ്രമിച്ചതെന്ന് CPM പ്രതികരിക്കുമ്പോഴും ഇത് സാധൂകരിക്കാൻ കഴിയുന്ന യാതൊരു തെളിവും പുറത്തുവിടാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ പേരിൽ SFI പ്രവർത്തകർ DCC ഓഫീസുകൾ ആക്രമിക്കുകയും ജില്ലയിലുടനീളം കോൺഗ്രസ് ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം SFIയുടെ നേതൃത്വത്തിൽ ചിന്താ ജെറോം നയിച്ച ജാഥയിൽ സ്ത്രീ വിരുദ്ധമായ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചെന്ന പരാതിയിൽ CPM നേതാവ് ചിന്താ ജെറോം ഉൾപ്പെടെ 55 പേർക്കെതിരെ കേസെടുത്തു. കോൺഗ്രസ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ സ്പർദ്ധ ഉളവാക്കി കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്ന് ജാഥ സംഘടിപ്പിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്.